ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാട്ടോ. കാരണം ഇന്ത്യയും ആഡിനും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കുറച്ച് മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വ്ളോഗ് എടുത്ത് വെക്കാമെന്ന്. രാവിലത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞതിന് ശേഷമാട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം ഓണത്തിൻ്റെ അന്ന് തന്നെ രാവിലെ ഞാൻ നേരത്തെ എണീറ്റ് കുളിക്കൊക്കെ ചെയ്തിട്ടുണ്ടോ. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ അടുക്കളയിൽ കയറാൻ തുടങ്ങിയത്. ഓണത്തിൻ്റെ ഏറ്റവും സ്പെഷ്യൽ സദ്യയും പായസമാണല്ലോ. പായസത്തിനാണ് മെയിൻ റോൾ. എന്നാലും ഏട്ടൻ്റെ അച്ഛനായിരുന്നു കേട്ടോ പുറത്ത് പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. അതും അടുപ്രഥമനായി അത്രയും സെറ്റാണ്. അങ്ങനെ അതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ അവിടുന്ന് മാങ്ങ അരിയുന്നുണ്ടായിരുന്നു കേട്ടോ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അമ്മ അവിടെ അടുക്കളയിൽ വേറെ എന്തോ കാട്ടുന്നുണ്ടായിരുന്നു. മേമ അവിടുന്ന് പപ്പടം പൊരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്ന്. അപ്പം പിന്നെ അവിടെ നൂൽപുട്ടും സാമ്പാറും ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ എടുത്ത് കഴിച്ച്. അപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്ററിൻ്റെ അതായത് ലിനു എന്നാട്ടോ അവരുടെ പേര്, ലിൻഷ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ലിനു എന്നാട്ടോ വിളിക്കുക. അങ്ങനെ ഓരവിടെ അച്ചാറുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മേമ ഇവിടെ പപ്പടം പൊരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വ്ളോഗ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം സെറ്റായി പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഏട്ടൻ്റെ വിത്തലടന്ന് ഉറപ്പിക്കാൻ തുടങ്ങി കേട്ടോ. ഏട്ടനൊക്കെ അപ്പോഴത്തേ മാറ്റി കഴിഞ്ഞിട്ടോ. അപ്പോഴും ഞാൻ അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. കാരണം എൻ്റെ ഡ്രസ്സ് അടിച്ച് കിട്ടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാറ്റിയിട്ടുള്ള വീഡിയോ എടുക്കാമെന്ന് നേരമില്ലേനു. അപ്പം തൽക്കാലം ഞാനിവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. പിന്നെ അങ്ങനെ മാറ്റി എല്ലാത്തിനു ശേഷം ടേബിളിൽ ഇങ്ങനെ ഓരോ ഫുഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നിലത്താട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്നത്. ഓണമൊക്കെ ആകുമ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണല്ലോ ട്രഡീഷൻ. പിന്നെ ഏട്ടൻ്റെ അച്ഛമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഏട്ടൻ്റെ അച്ഛമ്മ. അപ്പോഴത്തേക്കും ഇങ്ങനെ ഇലയൊക്കെ വിരിച്ച് വെച്ച് ഫുഡൊക്കെ വിളമ്പി എല്ലാവരും അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. അത് ഞങ്ങളുടെ ഫസ്റ്റ് ഓണത്തിന് തന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റിയപ്പോൾ നല്ല രീതിയിൽ സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഏട്ടൻ മീൻസ് എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വന്നതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. സെറ്റ് ചെയ്യുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ അങ്ങനെ മനസ്സറിഞ്ഞ് സദ്യയൊക്കെ കഴിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഓണത്തിന് അങ്ങനെ പറ്റി ദൈവത്തിൻ്റെ സഹായം കൊണ്ട്. പിന്നെ ഇത് സെക്കൻഡ് ഡേ കേട്ടോ. അതായത് ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് കോഴിക്കോടിലിൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു വിരുന്നുണ്ടായിരുന്നു ഏട്ടൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക്. അപ്പം പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് കുറച്ച് ബേക്കറിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഷോപ്പ് കയറിയതേനു. അങ്ങനെ അവിടുന്ന് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഓരോ വീട്ടിലേക്ക് കേട്ടോ പോയെ. പിന്നെ ഞങ്ങൾ അവിടേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു ശർക്കര ഉപ്പേരും കേക്കും ലൈം വാട്ടറും വെച്ച് ഞങ്ങളെ വെൽക്കം ചെയ്തിട്ടോ. പിന്നെ അന്ന് എനിക്ക് നോമ്പായത് കൊണ്ട് എനിക്ക് കേക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. കേക്ക് അത്രല്ല ഞാൻ വെജ് ആയിരുന്നു അന്നൊക്കെ ചെയ്തത്, ഫ്രൈഡ് റൈസ് ചെയ്യുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.